ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരാളെ വിചാരിക്കുക. നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ വിചാരിക്കുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ആ ഒരു വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ ചിന്തിക്കുക. ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ മൈൻഡിൽ റിവൈൻഡ് ചെയ്യുക. 3 പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് കാർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മൈ ലൈഫ് ഈസ് നോട്ട് ആസ് ടുഗദർ ആസ് ഇറ്റ് സീംസ്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ പുറമെ ഹാപ്പിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അതല്ല, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് പെയിൻ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. അത് നിങ്ങളിപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുമായിട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഐ നോ ഐ മെസ്ഡ് അപ്പ് എവറിത്തിങ്. അതായത് ആ ഒരു വ്യക്തി തന്നെയാണ് എല്ലാം കുളമാക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചതെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം എന്നുള്ളത്. ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സമ്മൺ. നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായി കണ്ടപ്പോൾ ആണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ലെഫ്റ്റായി പോയത് എന്നുള്ളതും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐ ലുക്ക് ഫോർ യു എവറിവെയർ. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴും തിരയുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് വൺ മോർ കാർഡും നമുക്ക് എടുക്കാം. ഓക്കെ, ഐ ലവ് യു അൺകണ്ടീഷണലി. ഓക്കെ, ഫൈനൽ കാർഡിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി പുറമേ കാണിക്കുന്ന പോലെയല്ല, ഉള്ളിൽ ഒരുപാട് ഇൻറ്റേർണലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഫോൾസ് ഇമേജ്, ഒരു ഫേക്ക് ചെയ്ത് നടക്കുകയാണെന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു പേഴ്സൺ ഓക്കെ അല്ല. ആൻഡ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ചില സോങ്സൊക്കെ കേൾക്കുമ്പോഴായാലും, ഇമോഷണൽ ആയിക്കോട്ടെ, റൊമാൻറ്റിക് സോങ്സ് ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ കുറ്റബോധമുണ്ട്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്സ് ആണ് എന്നൊരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളായിക്കോട്ടെ, അദ്ദേഹം ചിലപ്പോൾ ഈഗോ കാണിച്ചിട്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് വന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ തെറ്റുകളൊക്കെ ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നല്ല റിഗ്രറ്റ് ഉണ്ട്. ആ ഒരു വ്യക്തി സ്വയം സൈലൻ്റ്ലി ആ ഒരു വ്യക്തിയെ തന്നെ പണിഷ് ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ആൻഡ് ആ ഒരു വ്യക്തി എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ ഉണ്ടായി. അതാണ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകാൻ കാര്യം. ഓക്കെ, ജലസി ആകാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തന്നെ ആകാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടായിരിക്കാം, ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം. എന്തോ ഒരു സംഭവം അത് ആ ഒരു വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു വ്യക്തി പോവുകയാണ് ചെയ്തത്, ഡിസ്റ്റൻസ് വിട്ട് പോവുകയാണ് ചെയ്തത്. ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളെപ്പോഴും തിരയുന്നുണ്ട്, ലൈക്ക് നിങ്ങളെ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അറിയാവുന്ന മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയായിക്കോട്ടെ, നിങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡീപ്പ് കണക്ഷൻ കാണിക്കുന്ന ഒരു കാർഡാണ്. ജെനുവൻലി ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഒട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, ഈ ഒരു മൊമെൻറ്റിലും ആ ഒരു വ്യക്തി ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് അത്രയും സ്നേഹവും കെയറും എല്ലാം ഉണ്ട്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കുറ്റബോധവും നല്ല രീതിയിലുണ്ട്. ഒരുപാട് ഇൻറ്റേർണലി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ആ ഒരു
ചെയ്തു പോയ തെറ്റുകളുടെ ഒരു റിയലൈസേഷനും പെയിനും അൺകണ്ടീഷണൽ ലവ് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്സ് അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.